ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അതെ, ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഹായ്, ഹാപ്പി ഓണം പറയേ. ഹാപ്പി ഓണം. അപ്പൊ എല്ലാരും സദ്യയൊക്കെ കഴിച്ചു സുഖമായിട്ടൊക്കെ ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമുക്ക് ഇത്തവണ ഓണം അങ്ങനെ വലിയ ആഘോഷവും കാര്യങ്ങളും ഒന്നും ഇല്ല, അല്ലേണോ? എന്താ നമ്മുടെ ഷൈനിക മരണപ്പെട്ടതിനെ കൊണ്ട് എല്ലാ വർഷവും ഓണത്തിന് അതെ, എല്ലാ വർഷവും ഓണത്തിന് രാവിലെ ഇക്കയും വൈഫും ഇത്തയും മക്കളും എല്ലാവരും കഴിഞ്ഞ ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരുമിച്ചാണ്. എവിടെയാണെങ്കിലും ഇക്ക ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ അടുത്ത് സദ്യ ആ ടൈം ആകുമ്പോൾ വരുന്നതാണ്. അപ്പൊ ആള് ഫാമിലി മെമ്പറിനെ പോലത്തെ വ്യക്തിയായിരുന്നു. അങ്ങനെയായിരുന്നു, ഫ്രണ്ടിനുപരി ഒരു ഗുണക്കുറപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മളങ്ങനെ വലിയ ഓണം ആഘോഷം കാര്യങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞ വർഷം അവർ നമുക്ക് ഓണത്തിന് വന്നപ്പം മക്കളെല്ലാവരും കൂടി ഇത് കളിച്ചപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇക്കയും എത്തേക്ക. അപ്പോൾ അവരൊരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോവുകയാണ്. എനിക്കൊന്ന് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകണമല്ലോ. നമ്മൾ ഷൈനിക്ക് എല്ലാവരും നമ്മൾ എല്ലാ വർഷവും പോകാറുള്ള ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടാറുള്ള. അപ്പോൾ ഇത്തവണ അവർ വിളിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തൊന്ന് പോകണം. അച്ഛനും എത്തിയില്ലായിരുന്നു ഓണമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്വാതി ഉണ്ട് നമ്മുടെ. അപ്പം സുനി നാട്ടിൽ പോയതുകൊണ്ട് തന്നെ അവളെ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ അവൾക്ക് നമ്മൾ കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും അവൾക്കും കൊടുത്ത് തിരിച്ചു വരണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പിന്നെ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ സുന്ദരി കുട്ടിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രോക്കിലല്ലേ പട്ടുപാവാടയൊക്കെ ഇട്ട് അല്ലേ വാവേ? മുല്ലപ്പൂവൊക്കെ വെച്ച് മങ്ക. അപ്പൊ നമ്മുടെ മലയാളി മങ്ക ധരിക്കുക. നോന്ന് പറ. മങ്കയാണ്. No, you are not manga, you are monkey. മങ്ക. No, monkey. മങ്ക. You are monkey. You are monkey. മങ്ക. You are monkey. No, you are monkey. അപ്പൊ നാട്ടില് നമ്മളെല്ലാരെയും വിളിച്ചു. എല്ലാരും ഓണത്തിന്റെ ഒരു ഇതിലാണ്, ഓണം വൈബിലാണ്. നാട്ടിൽ നമുക്കവിടെ ഓണപരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. വെട്ടിപ്പുള്ളി പരിപാടിയൊക്കെ അവിടെ കൂര് നടക്കുകയാണ്. അടുത്ത ഓണത്തിന് നമുക്ക് പോണം എന്നുണ്ട് അല്ലേ? അടുത്ത ഓണത്തിന് നാട്ടിലുണ്ടാവും. അടുത്ത ഓണത്തിന് നമ്മൾ നാട്ടിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കുക. ഓണത്തിന് നാട്ടിലൊക്കെ അടിപൊളിയാണല്ലോ. അവരെല്ലാരും പരിപാടി കാണാൻ പോക്ക്, സദ്യ, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഓണമൊക്കെ നാടുമൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നത് അല്ലേ? നമുക്കിവിടെ ബന്ധങ്ങൾ കുറവാണ്, സൗഹൃദങ്ങളാണ് കൂടുതൽ. ബന്ധങ്ങളെക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ കുറേ സുഹൃത്തുക്കളുണ്ട്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സ്വത്ത്. പിന്നെ ഇന്ന് നമ്മുടെ ഓണം മെയിനായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന അരുൺസാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരും നാട്ടിലാണ്. അവരിന്ന് എത്തത്തതേ ഉള്ളൂ. അച്ഛൻ മരണപ്പെട്ടു. അണ്ണനും അവർക്കും ഓണമൊന്നുമില്ല. നൈറ്റ് അവൻ എത്തും. പിന്നെ നൈറ്റിന് അവരെ പിക്ക് ചെയ്യാൻ പോണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആരും ഇല്ലാത്ത ഒരു ചെറിയ ഓണം ആണ് നമ്മുടേത്. അങ്ങനെ നമ്മളത് അവരുടെ റൂമിന് താഴെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ലേറ്റായല്ലോ. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതാ. ഇതാണ് നമ്മുടെ എസ്ത് മോള്. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ അവളുടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ കുഞ്ഞും എസ്ത് മോളും കൂടിയൊക്കെ പതുക്കെ ഒന്ന് കളിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മമാരൊക്കെ ഇരുന്നു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവർ നല്ല സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് അന്ന് ഈ ഓണത്തിൻ്റെ ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടുത്തെ മമ്മിയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി സദ്യയായിരുന്നു.
അപ്പോൾ നമ്മൾ കഴിച്ചതിന് ശേഷം എന്താ ചേട്ടന്മാർ രണ്ടും കൂടി ഇരുന്ന് പിന്നെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പതുക്കെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പതുക്കെ ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ മോള് ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ നല്ല മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മോള്. അപ്പോൾ ഞാൻ കരുതി ഇവൾ അടിക്കില്ല എന്നൊക്കെ കരുതി, പക്ഷേ കുഴപ്പമില്ല. അന്ന് വന്നിട്ട് നല്ല രീതിയിൽ കളിക്കുകയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവളുടെ ടോയ്സ് ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. അതങ്ങനെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ചെന്നപ്പോഴത്തേക്ക്. ഇങ്ങനെ എസ്തുവാവയുടെ ബർത്ത്ഡേ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ സ്വാതി ആൻറ്റിയുടെ അടുത്ത് പോകും അല്ലേ? വാവയുടെ സ്വാതി ആൻറ്റി, നമ്മുടെ സ്വാതി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ദാ സ്വാതിനെ എടുത്ത് നമ്മൾ നേരെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാതിയുടെയും സുനിയുടെയൊക്കെ റൂമും അച്ഛൻ്റെയൊക്കെ റൂമിന് അടുത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ വന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നടന്നു വരുന്ന വഴിക്ക് നമ്മുടെ മാവേലിനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞ് ആദ്യമായിട്ടല്ലേ മാവേലിയെ കാണുന്നത്. അപ്പോൾ അവൾ ആദ്യമേ ഇത് പേടിച്ച് കരയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മളത് അവിടെ തൊട്ടടുത്ത ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സദ്യയൊക്കെ കഴിച്ച് ഹെവി ലോഡായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. നല്ല അടിപൊളി പഴംപൊരിയായിരുന്നു കേട്ടോ. എനിക്ക് പഴംപൊരി ബേസിക്കലി നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഇഷ്ടമായി. പിന്നെ ചായയും കുഴപ്പമില്ല, കൊള്ളായിരുന്നു. അങ്ങനെ മൂക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. അവളും കഴിച്ചു. അപ്പോൾ ചായയൊക്കെ കുടിച്ചു, പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ കുറുമ്പും കാര്യമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞ്. പിന്നെ അച്ഛന് നമ്മൾ ഒരു ഓണക്കോടി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛന്. അതുപോലെ സ്വാതിക്കും കുറച്ച് കറിയും പായസവും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളും അങ്ങനെ സദ്യയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾക്കുള്ളത് നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഹാപ്പിയായി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അരുൺ സനണനും ചിന്നും മോനും ഒക്കെ ഇന്നായിരുന്നു എത്തിയത്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് അവരും ഒന്നും ഇല്ലായിരുന്നു. അപ്പം പൊതുവേ ഒരു മിസ്സിങ് ഓണമായിരുന്നു എല്ലാവരെയും. അവരാരും ഇല്ലായിരുന്നു. അതുപോലെ ഷൈനിക്ക ഫാമിലി അവരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ ഫ്ലൈറ്റും അത്യാവശ്യം ഒരുപാട് ലേറ്റൊന്നും ആയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൺ ടൈം തന്നെയായിരുന്നു. അത് കുറച്ച് നേരത്തെ ആയിരുന്നു എന്ന് തോന്നുന്നു. നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് ലേറ്റൊന്നും അല്ലായിരുന്നു, ഓൺ ടൈം തന്നെയായിരുന്നു. അപ്പം ചിന്നു ഇപ്പം പ്രഗ്നൻ്റാണ്. അപ്പോൾ അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അരുൺ സാനോനായാലും മോനായാലും ഒക്കെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും നമ്മൾ പിക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ പോയി അവരെ കൊണ്ടുവന്നു. അവരെത്തിയിട്ടുണ്ട്. പിന്നെ ഇനി ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓണത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നാളെ സാറ്റർഡേ ആണ്. നാളെ ഇനി അസോഷ്യൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.